കാറ്റത്തെ കിളിക്കുടിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധി എഴുന്നേറ്റതും പതിവ് പോലെ കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട്. സാധാരണ എഴുന്നേറ്റ് കിച്ചണിലെത്തുന്ന സമയത്ത് അവിടെ സുഭാഷ് ഏട്ടനെയാണ് കാണാറുള്ളത്. ഇത്തവണ നികേഷിൻ്റെ അമ്മ നിൽക്കുന്നത് കണ്ട് നിധി ചോദിക്കുന്നുണ്ട്, അമ്മ നേരത്തെ എഴുന്നേറ്റോ? ആ മോളെ, ഇതെൻ്റെ ശീലമാണ്, രാവിലെ നേരത്തെ എഴുന്നേൽക്കും. മോൾക്ക് കാപ്പിയിട്ട് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്ലാസ് കാപ്പിയിട്ട് നമ്മുടെ നിധിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ച് അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കണ്ട് നികേഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, എല്ലാം വാങ്ങിച്ചോ, ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു, അതെന്തായാലും നന്നായി. അമ്മ എന്തിനാ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യുന്നത്, ഞാൻ ചെയ്തോളാമെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. ഇത് കേട്ട് നികേഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, അതെന്താ മോനെ, നീയാണോ പതിവായിട്ട് കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യുന്നത്, അപ്പോൾ മോള് സഹായിക്കാറില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുഭാഷ് ഏട്ടനും നിധിയും പരസ്പരം നോക്കുന്നുണ്ട്. പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, പിന്നെ അവൾ എന്നെ സഹായിക്കാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്നാൽ ഇനി ഞാനുണ്ടല്ലോ ഇവിടെ, ഇനി ജോലികളൊക്കെ ഞാൻ ചെയ്തോളാം. ഇത് കേട്ട് സുഭാഷ് ഏട്ടനും സന്തോഷമാവുന്നുണ്ട്. ഇതേ സമയം നികേഷ് അമ്മയെ ഒളിച്ചു നിന്ന് നോക്കുവാണ്. ഇത് കണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ അവിടെ നിന്ന് നോക്കുന്നത്? അല്ല, ഞാൻ അമ്മ കിച്ചണിൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കുമുള്ള കാപ്പിയുമായിട്ട് അമ്മ കിച്ചണിൽ നിന്ന് വരുമ്പോൾ നികേഷ് ഓടിച്ചെന്ന് സുധീഷിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. എല്ലാവർക്കുമുള്ള കാപ്പി കൊടുത്തതിന് ശേഷം ഒരു കപ്പ് കാപ്പി എടുത്ത് അച്ഛൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നിധി തടയുന്നുണ്ട്, അമ്മ വേണ്ട, അച്ഛനുള്ള കാപ്പി ഞാൻ കൊടുത്തോളാം. അച്ഛൻ ഇന്നലെ മുതൽ നല്ല ദേഷ്യത്തിലാണ്, അമ്മയെ കാണുമ്പോൾ ദേഷ്യപ്പെടും. ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട്, അത് വേണ്ട മോളെ, അദ്ദേഹത്തിൻ്റെ ദേഷ്യം മാറ്റണമല്ലോ, എന്നും ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ അദ്ദേഹത്തിൻ്റെ ശത്രു ഒന്നുമല്ലല്ലോ, ഞാൻ കൊണ്ടു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ആ കപ്പ് കാപ്പിയുമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛൻ വളരെ ദേഷ്യത്തിൽ കട്ടിലങ്ങനെ ഇരിക്കുക. അപ്പോൾ അമ്മ ദാ കാപ്പി എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ തിരിഞ്ഞു നോക്കി അതൊരൊറ്റ തട്ടങ്ങ് കൊടുക്കുകയാണ്. ഗ്ലാസ് അങ്ങ് തെറിച്ചു പോകുന്നുണ്ട്. താഴെ വീഴുന്ന സൗണ്ട് കേട്ട് എല്ലാവരും ഓടി വരുവാണ്. അച്ഛൻ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നുണ്ട്, നീ എന്തിനാ എനിക്കുള്ള കാപ്പിയുമായിട്ട് വന്നത്? നീ ഇവിടെ നിൽക്കാനായിട്ട് തീരുമാനിച്ചു അല്ലേ? എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ദേഷ്യത്തോട് ചോദിക്കുന്നത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എന്താ അച്ഛ ഇത്? ഇന്നലെ അമ്മ വന്നത് മുതൽ അച്ഛൻ ഇങ്ങനെ തന്നെയാണല്ലോ, ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് ദേഷ്യത്തോടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മയെ നിങ്ങളിങ്ങനെ വഴക്ക് പറയുന്നത്? ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് ഞാനും നിധിയും അമ്മയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചതെന്ന് അറിയാമോ? നികേഷിൻ്റെ സന്തോഷം ഇല്ലാതാക്കാൻ വേണ്ടിയാണോ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി സുധീഷിനോട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, എല്ലാം ശരിയാവും. എല്ലാവരും വന്ന് കാപ്പി കുടിച്ചെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുമായിട്ട് അകത്തേക്ക് പോവുകയാണ് നിധി. ഇതേ സമയം നികേഷ് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? എത്രയോ നാളായി എൻ്റെ അമ്മയെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് ഒരു സന്തോഷമായത്. എൻ്റെ ഏട്ടനും ഏട്ടത്തിയും എത്ര കഷ്ടപ്പെട്ടാണ് അമ്മയെ ഇവിടെ എത്തിച്ചതെന്ന് അറിയാമോ? എൻ്റെ അമ്മയുടെ ഫോട്ടോ കണ്ട അന്ന് മുതൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ് അവരെവിടെയെന്ന്, പക്ഷേ നിങ്ങൾ അവരിവിടെ ഉണ്ടായിട്ടും അതെന്നോട് പറഞ്ഞില്ല. നിങ്ങൾ തന്നെയാണ് എൻ്റെ അമ്മയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത്, അതെനിക്കിപ്പോൾ മനസ്സിലായി. ഇനി മുതൽ എൻ്റെ അമ്മ ഈ വീട്ടിൽ എന്നോടൊപ്പം താമസിക്കും. അതിഷ്ടമില്ലാത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാം, ഞങ്ങൾ ആരും തടയില്ല. നികേഷ് പറഞ്ഞത് അച്ഛന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ പെട്ടെന്ന് തന്നെ ഒരു ഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ്. ഇത് കണ്ട് നിധി പറയുന്നുണ്ട്, നികേഷേ, അമ്മ എന്നും ഇവിടെ തന്നെ ഉണ്ടാവും, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അച്ഛൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കണ്ട, നീ അകത്തേക്ക് വാ. നികേഷ് നിധിയോടൊപ്പം അകത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയം അമ്മ താഴെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എല്ലാവരും ചുറ്റുപാട് നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അമ്മയോട് അച്ഛൻ എന്താ ഇത്രയ്ക്ക് ദേഷ്യം? ഇത് കേട്ടിട്ടും അമ്മ ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, ദേ അമ്മ ഒന്നും മിണ്ടുന്നില്ലല്ലോ. നിധി, ഇതിൽ നിന്നും മനസ്സിലാക്കിക്കൂടെ, അച്ഛൻ തന്നെയാണ് അമ്മയെ അന്ന് ഇറക്കി വിട്ടത്. ഉടനെ നികേഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, ഇനി ഒരിക്കലും അച്ഛൻ അമ്മയോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയാൻ പാടില്ല. അമ്മ ഇനി മുതൽ നമ്മളോടൊപ്പം ഈ വീട്ടിൽ താമസിക്കും. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നീ വിഷമിക്കാതെടാ, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നതും പെരുമാറുന്നതും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, അമ്മ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും, നീ വിഷമിക്കാതിരിക്കേ. നിധി അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, അച്ഛൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ട, അച്ഛൻ എങ്ങനെയാണ്. ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ, അദ്ദേഹം എന്തു പറഞ്ഞാലും അന്ന് ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ പാടില്ലായിരുന്നു, അങ്ങനെ പറ്റിപ്പോയി. ഇനി ഒരിക്കലും ഞാൻ ഈ വീട്ടിൽ നിന്നും പോവില്ല. എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, ഇനി മുതൽ നിങ്ങളോടൊപ്പം ഞാനും ഈ വീട്ടിലുണ്ടാവും, അത് ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്നും എഴുന്നേറ്റ് നികേഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നികേഷിനോട് പറയുന്നുണ്ട്,
മോൻ വിഷമിക്കണ്ട, ഇനി മുതൽ മോൻ്റെ കൂടെ ഞാൻ അമ്മയും ഉണ്ടായിരിക്കും, മോൻ സമാധാനത്തോടെ ഇരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിലും കവിളിയൊക്കെ തലോടുന്നുണ്ട്. അമ്മ പെട്ടെന്ന് തന്നെ കിച്ചണിൽ കയറി നിധിക്കും നികേഷിനും കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നുണ്ട്. പെട്ടെന്ന് അത് ലഞ്ച് ബോക്സിലാക്കി നികേഷിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് കണ്ട് നികേഷ് പറയുന്നുണ്ട്, എന്നും സുഭാഷ് ഏട്ടനാണ് ഇത് ചെയ്യാറ്, ഇന്ന് അമ്മ എന്നും പറഞ്ഞ് അവൻ്റെ മുഖത്ത് സന്തോഷം വരുന്നുണ്ട്. അപ്പോഴേക്കും നിധി വരുന്നുണ്ട്. നിധിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, എന്തിനാ അമ്മേ വന്ന ഉടനെ തന്നെ ഇത്രയും ജോലികളൊക്കെ ചെയ്യുന്നത്? ഇത് കേട്ട അമ്മ പറയുന്നുണ്ട്, ഇതൊന്നും അത്ര ഭാരമുള്ള ജോലികളല്ലല്ലോ മോളെ, ഞാൻ എന്നും ചെയ്യാറുള്ളതല്ലേ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സുഭാഷ് ഏട്ടൻ വരുന്നുണ്ട്. മോനെ നിൽക്ക്, ഇതാ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കിച്ചണിൽ പോയി സുഭാഷ് ഏട്ടനുള്ള ലഞ്ച് ബോക്സുമായിട്ട് വരുവാണ്. അമ്മ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടിയത്, വേണ്ടായിരുന്നു എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. ഇത് കേട്ട അമ്മ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല അതെ ഇവർക്ക് കൂടിയുള്ള ഭക്ഷണം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്താ നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ കറക്റ്റ് സമയത്ത് എത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഹരീഷും നികേഷും ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നികേഷ് ഇന്ന് എക്സാം ഉണ്ടമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇതേ സമയം അച്ഛൻ വളരെ ദേഷ്യത്തോടെ പുറത്തിരിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാമെന്ന് അമ്മയോട് പറയുന്നുണ്ട്. മോനെ നീ ധൈര്യമായിട്ട് പോ, എന്താവശ്യമുണ്ടാവാനാ, ഇത് നമ്മുടെ വീടല്ലേ, നീ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം സുഭാഷ് ഏട്ടൻ നിധിയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഇന്നലെ മുതൽ അച്ഛൻ വളരെ ദേഷ്യത്തിലാണ്, ഇനി നമ്മൾ പോയി കഴിയുമ്പോൾ അമ്മയും അച്ഛനും തടിച്ചാവില്ലേ, അവർ രണ്ടുപേരും വീണ്ടും വഴക്കാവും, അപ്പം നമ്മൾ എല്ലാവരും കൂടെ പുറത്തേക്ക് പോകണോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ അവർ തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്നറിയാം, അതെന്താണെന്ന് നമുക്കറിയില്ല. അമ്മയുടെ ഇഷ്ടപ്രകാരം തനിയെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണോ അതോ അച്ഛൻ അമ്മയെ ഇറക്കി വിട്ടതാണോ എന്നൊന്നും അറിയില്ലല്ലോ. അവർ തനിച്ചായിരിക്കുന്ന സമയത്ത് രണ്ടുപേരും സംസാരിച്ച ആ പ്രശ്നങ്ങളൊക്കെ തീർക്കട്ടെ, അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കേട്ടൊന്ന് സുധീഷ് പറയുന്നുണ്ട്, നിധി പറയുന്നത് ശരിയാ സുഭാഷ് ഏട്ടാ, അതാ നല്ലത്. അവർ നമ്മളുണ്ടാവുന്ന സമയത്ത് സംസാരിച്ചോളണമെന്നില്ല, തനിച്ചിരിക്കുമ്പോൾ സംസാരിച്ച പ്രശ്നങ്ങളൊക്കെ തീർത്തോളും. ഇത് കേട്ടതും സുഭാഷ് ഏട്ടന് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. എങ്കിൽ ശരി ഞാൻ പോവാണെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. നിധി നിനക്ക് പോവാനായില്ലേ, നീ ബസ്സിലാണോ ടൂ വീലറിലാണോ പോകുന്നതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, വെയിലല്ലേ ടൂ വീലറിൽ പോകുന്നില്ല, ബസ്സാണെങ്കിൽ ഇപ്പോൾ പോയി കാണും, നീ എന്നെ ഓഫീസിലേക്ക് ഒന്ന് കൊണ്ടുവിടാമോ എന്ന് നിധി ചോദിക്കുന്നത് കേട്ട് സുധീഷിനാകെ സന്തോഷമാവാണ്. അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിധി ഞാൻ കൊണ്ടുവിടാമോ എന്നാണോ ചോദിക്കുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതെ നിനക്ക് ലേറ്റ് ആവോ, എന്നാ വേണ്ട ഞാൻ പോയിക്കോളാം. ഏയ് എന്താ നിധി, എനിക്ക് തിരക്കൊന്നുമില്ല, ഞാൻ പോകുന്ന വഴിക്ക് തന്നെയല്ലേ നിൻ്റെ ഓഫീസ്, ഞാൻ നിന്നെ ഇവിടെ ഇറക്കിയേക്കാം, വാ നമുക്ക് പോവാം, ആ ലഞ്ച് കിറ്റ് ഇങ്ങ് പൊത്താ എന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ കയ്യിലുണ്ടായിരുന്ന ലഞ്ച് കിറ്റ് വാങ്ങിച്ച് അവർ പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് ഇറങ്ങിയതും അച്ഛൻ അവിടെ ഇരിക്കുന്നത് കണ്ട് നിധി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛാ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഇപ്പോൾ നമ്മുടെ നികേഷ് വളരെ സന്തോഷത്തിലാണ്, അവൻ്റെ ഫീലിങ്സൊക്കെ അച്ഛനൊന്ന് മനസ്സിലാക്കണം, അതുകൊണ്ട് അമ്മയോട് വഴക്കൊന്നും ഉണ്ടാക്കരുത്, ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നിധി കാറിലേക്ക് കയറുവാണ്. എന്നാൽ എല്ലാവരും വീട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം അച്ഛൻ വളരെ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. നീ എവിടെയാടി, ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് വിളിച്ച് പറയുന്നുണ്ട്. അമ്മ കിച്ചണിൽ നിന്നും ഇറങ്ങി വന്ന് എന്താണെന്ന് ചോദിക്കുകയാണ്. നീ എന്ത് ലക്ഷ്യത്തോടെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ എന്ത് ലക്ഷ്യത്തോടെ വരാനാണ്, എനിക്കൊരു ലക്ഷ്യമില്ല, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത്രയും ദേഷ്യത്തിൽ പെരുമാറുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അമ്മ. എന്തിനാണ് ദേഷ്യത്തോടെ സംസാരിക്കുന്നതെന്നോ, നീ ആരാണെന്ന് എനിക്കും അറിയാം, ഞാൻ ആരാണെന്ന് നിനക്കും അറിയാം, നീ വല്ലാതെ അഭിനയിക്കുകയൊന്നും വേണ്ട. ഇത് കേട്ട അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പറഞ്ഞാലും നികേഷ് എൻ്റെ മകൻ തന്നെയല്ലേ, അതല്ലാന്ന് നിങ്ങളെക്കൊണ്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞില്ലല്ലോ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന്, നീ ഈ വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, നിന്നെ കണ്ടാലേ അറിയാം നീ എന്തോ ലക്ഷ്യത്തോടെയാണ് ഈ വീട്ടിലേക്ക് വന്നത്, ഇത്രയും വർഷമായിട്ടും ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് വന്നില്ലല്ലോ, ഇനി കുറച്ച് കാലം ഞാൻ എൻ്റെ മകനോടൊപ്പം താമസിക്കട്ടെ എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ അഭിനയം ഈ വീട്ടിലുള്ളവർക്ക് ആർക്കും അറിയില്ല, അതല്ലേ നിൻ്റെ ധൈര്യം, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അമ്മ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നീ അഭിനയിക്ക്, നന്നായി അഭിനയിക്ക്, നിന്നെ പിടിച്ച് വെളിയിൽ തള്ളാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഇവിടെയുള്ളവർ അമ്മയും മകനെ ഞാൻ പിരിച്ചു എന്ന് പറയണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനങ്ങനെ ചെയ്യാത്തത്, നിൻ്റെ സ്വഭാവം അവർ തനിയെ മനസ്സിലാക്കട്ടെ, നിൻ്റെ മുഖം എനിക്ക് കാണുന്നത് വെറുപ്പാണെന്നും പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അമ്മ പിറകെ ചെല്ലുന്നുണ്ട്. ഞാൻ വന്നതു മുതൽ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്ര നാളിങ്ങനെ പറയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
ഇത് കേട്ടതും അച്ഛൻ ദേഷ്യത്തോടെ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഉടനെ തന്നെ അമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. നികേഷിൻ്റെ അമ്മ ഹലോ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് അവരുടെ ഭർത്താവാണ്. നീ എവിടെ സെറ്റിലായോ? നീ പണമുണ്ടാക്കാനുള്ള വഴിയൊന്നും നോക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അമ്മ പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ എല്ലാവരും ഉണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാമെന്ന്. ഇത് കേട്ടതും അദ്ദേഹം പറയുന്നുണ്ട്, പണത്തിൻ്റെ കാര്യം എന്തായി? അത് റെഡിയായോ? എത്ര കാലം ഞാനിങ്ങനെ ഒളിച്ചു താമസിക്കും? അവരെന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്നെ കൊന്നുകളയും. എന്താണ് ഏതാണെന്ന് ചോദിക്കാൻ പോലും ആരുമില്ല. അവൻ്റെ ശക്തിയെപ്പറ്റി നിനക്ക് അറിയാവുന്നതല്ലേ. ഇത് കേട്ടതും അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോനെ ഞാൻ കണ്ടു, നികേഷിനെ. ഇത് കേട്ടതും അദ്ദേഹം പറയുന്നുണ്ട്, ഓഹോ, നീ നിൻ്റെ ആ മകനോടൊപ്പം സന്തോഷമായിട്ട് അവിടെ ജീവിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ദേ, നിനക്കറിയില്ല നമ്മുടെ അവസ്ഥ. നീ എങ്ങനെയെങ്കിലും ആ പണം റെഡിയാക്കിയിട്ട് വരാൻ നോക്ക്. ഓക്കെ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഫോണ് കട്ട് ചെയ്യുകയാണ്. അമ്മ പെട്ടെന്ന് നിധിയുടെ റൂമിൽ കയറി ഡോറടച്ചതിന് ശേഷം അവളുടെ ബാഗ് എടുത്ത് അതെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്. അതിൽ പണമോ സ്വർണമോ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതിലൊന്നും കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഡോറ് തുറന്ന് സുഭാഷേട്ടൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന അൽമാരയിലെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും തന്നെ കിട്ടിയില്ല. അതിനുശേഷം കട്ടിലിന് കീഴെ ഉണ്ടായിരുന്ന അവരുടെ ബാഗെല്ലാം തുറന്നു നോക്കുന്നുണ്ട്. അതിൽ നിന്നും ഒന്നും കിട്ടിയില്ല. ഇതേസമയം സുഭാഷ് ഏട്ടൻ വർക്ക് സൈറ്റിലെത്തുന്നുണ്ട്. അവിടെ കോൺട്രാക്ടറെ കണ്ട് സംസാരിക്കുകയാണ്. തൻ്റെ അനിയൻ ഒരു ഷോപ്പ് ലീസിന് എടുക്കാൻ പോവുകയാണെന്നും 3 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്നും അതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് തരാൻ പറ്റുമോ, തൻ്റെ ശമ്പളത്തിൽ നിന്നും പിടിച്ചോളാനും സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. ആദ്യം പറ്റില്ലെന്ന് പറഞ്ഞതും പിന്നീട് എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. ഇത് സുഭാഷ് ഏട്ടൻ വളരെ സന്തോഷമാവുകയാണ്. ഇതേസമയം നമ്മുടെ സുധീഷും നമ്മുടെ തോമസ് ഏട്ടനുമായിട്ട് സംസാരിക്കുകയാണ്. തോമസ് ഏട്ടാ, എനിക്ക് കുറച്ച് ക്യാഷിന് ആവശ്യമുണ്ട്. ഇത് കേട്ടതും തോമസ് ഏട്ടൻ പറയുന്നുണ്ട്, ഓ, എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് കണ്ടിട്ടായിരിക്കും. ക്യാഷ് കണ്ടാൽ അപ്പോൾ നിനക്ക് വല്ല അത്യാവശ്യം വരുമല്ലോ. ഇത് കേട്ടതും സുധീഷ് പറയുന്നുണ്ട്, അല്ല, ഇത് അങ്ങനെയല്ല. നമ്മുടെ ഹരീഷ് ഉണ്ടല്ലോ, അവനൊരു ഷോപ്പ്, അവൻ വർക്ക് ചെയ്തിരുന്ന ഷോപ്പ് ലീസിനെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് കേട്ടതും തോമസ് ഏട്ടന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എടാ, അതൊരു നല്ല കാര്യമാണല്ലോ, അവനൊരു ഷോപ്പിൻ്റെ ഓണർ ആവാൻ പോവല്ലേ, നമ്മളപ്പോൾ സന്തോഷിക്കണ്ടേ എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതിലേക്കൊരു 3 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ ക്യാഷ് ചോദിച്ചത്. ഇത് കേട്ടതും തോമസ് ഏട്ടൻ പറയുന്നുണ്ട്, അത്രയും ക്യാഷൊന്നും എൻ്റെ കയ്യിലില്ലടാ. അത്രയും വേണ്ട, 1 ലക്ഷം തരാമോ എന്ന് ചോദിക്കുമ്പോൾ അത്രയും ക്യാഷ് എൻ്റെ ഇല്ല എന്ന് വീണ്ടും പറയുകയാണ്. പിന്നീട് സുധീഷ് ഒരു 75,000 തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതും ഇല്ലെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും സുധീഷ് തോമസ് ഏട്ടനെ സോപ്പിട്ട് സംസാരിക്കുകയാണ്. തോമസ് ഏട്ടാ, നിങ്ങൾ മാത്രമല്ലേ എനിക്കുള്ളൂ. എനിക്ക് എന്താ ആവശ്യം വന്നാലും ഞാൻ നിങ്ങളോടല്ലാതെ വേറെ ആരോട് പറയാനാ? നിങ്ങൾ എന്നെ സ്വന്തം അനിയനെ പോലെയല്ലേ കരുതുന്നത്. അപ്പോൾ ഒരു 75,000 രൂപയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. നിങ്ങൾ എൻ്റെ ശമ്പളത്തിൽ നിന്നും മാസം മാസം പിടിച്ചോളൂ. എന്താ, പറ്റില്ലെന്ന് പറയരുത്, തരണം തോമസ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കാല് പിടിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് കുറച്ച് അലിവ് തോന്നുകയാണ് അദ്ദേഹത്തിന്. ശരി, എന്നാൽ ശരി, ഞാൻ തന്നേക്കാം. എടാ, നീ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ? നിൻ്റെ അനിയൻ്റെ ആവശ്യത്തിന് തന്നെയാണോ ഈ പണം ചോദിക്കുന്നത്, അതോ മറ്റു വല്ലതിനുമാണോ എന്നിങ്ങനെ ഡൗട്ടോടു കൂടി നമ്മുടെ സുധീഷിൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തോമസ് ഏട്ടൻ ചോദിക്കുകയാണ്. തോമസ് ഏട്ടൻ്റെ ഈ ഡൗട്ട് കേട്ടതും സുധീഷിനാകെ വിഷമാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കണമെന്ന് പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ്. ശരി, എന്നാൽ ഹരീഷിനെ തന്നെ വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ എന്നോടൊപ്പം വാ, ഹരീഷിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം, എന്നിട്ട് സത്യം പറയാമല്ലോ, അപ്പം നിങ്ങൾക്ക് സമാധാനം ആവുമല്ലോ എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് നിന്നെ വിശ്വാസമാണ്, പണം ഞാൻ തന്നേക്കാം. ഇത് കേട്ടതും സുധീഷിന് ഒത്തിരി സന്തോഷമാവുകയാണ്. സുധീഷ് ഓടിച്ചെന്ന് തോമസ് ഏട്ടനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നിങ്ങളെൻ്റെ ചേട്ടൻ തന്നെയാണ്, നിങ്ങളെൻ്റെ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്